എല്ലാവർക്കും ആഷ് ഡിസൈനിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഡിസൈൻ വരുന്നത് നെക്കിലുള്ള ഡിസൈനാണ്. നോർമൽ നെക്കിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെൻറ്ററിലെ ഫ്ലവേഴ്സൊക്കെ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. നമ്മളിതിൽ സ്റ്റെം സ്റ്റിച്ച് ഫ്ലവേഴ്സാണ് ചെയ്യുന്നത്. 3 കളർ ത്രെഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഓരോ ഫ്ലവേഴ്സിന് ഇടയിലൂടെയും കുറച്ച് ലീവ്സ് വരുന്നത് പോലെയാണ് ഡിസൈൻ വരുന്നത്. അപ്പോൾ ഈ സെൻറ്ററിൽ നമ്മൾ കുറച്ച് വലിയ ഫ്ലവേഴ്സും പിന്നെ മുകളിലേക്ക് ചെറിയ ഫ്ലവേഴ്സുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനതിന് യൂസ് ചെയ്യുന്ന ത്രെഡുകൾ ഇത് 3ആണ്. ഒരു ലൈറ്റ് ഗ്രീൻ കളറുണ്ട്, പിന്നെ ആഷും ഡാർക്ക് ഗ്രീൻ, ഡാർക്ക് ബ്ലൂ, ഈ 3 കളേഴ്സാണ് എടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് പേൾസും കൂടെ കൊടുക്കുന്നുണ്ട്. ഈ സെയിം ത്രെഡിന് മാച്ച് വരുന്ന ബ്ലൂവും ഗ്രീനും ആഷും കൂടെയാണ് പേൾസും കൂടെ കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റെം സ്റ്റിച്ച് ഫ്ലവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ബാക്കിയുള്ള ഫ്ലവറും കൂടെ ചെയ്യാം. അപ്പോൾ ഈ സെൻറ്റർ പാർട്ടിൽ കുറച്ച് വീതി കൂടിയിട്ടാണ് വരുന്നത്, ഈ നെക്കിൻ്റെ താഴെയായിട്ട് ഈ ഒരു പാർട്ടിൽ. ബാക്കി ഇവിടെ ലീവ്സൊക്കെ വന്നിട്ട് ഈ ഷേപ്പ് നമ്മൾ ഫില്ല് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലൊരു സ്റ്റെം സ്റ്റിച്ച് ഫ്ലവർ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഗ്രീൻ കളറിൽ തന്നെ കുറച്ച് ഫ്രഞ്ച് നോട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് സ്റ്റെം സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഈ ഗ്രീൻ കളറിൽ തന്നെയാണ് എല്ലാ ഫ്ലവേഴ്സിനും നമ്മൾ ഫ്രഞ്ച് നോട്ട് ഗ്രീൻ കളറിലാണ് കൊടുക്കുന്നത്. സെൻറ്ററിൽ ഒരെണ്ണം ഇട്ടിട്ട് അതിന് ചുറ്റും ബാക്കിയുള്ള ഫ്രഞ്ച് നോട്ടുകൾ നമ്മൾ ചെയ്തെടുക്കുകയാണ്. ഇതിന് ചുറ്റും ഒരു 6 എണ്ണമൊക്കെ വരുന്ന രീതിയിൽ നമ്മൾ ചെയ്തെടുത്താൽ മതി, ഒരു റൗണ്ട് ഷേപ്പ് കിട്ടുന്നത് പോലെ. ഇനി നമ്മൾ സ്റ്റെം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ ഔട്ടറിലൂടെ ഞാൻ ബ്ലൂ കളർ ഇട്ടിട്ടാണ് അടുത്ത ഫ്ലവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ സ്റ്റെം സ്റ്റിച്ച് ചെയ്യുന്നത് ഇതിൻ്റെ ഔട്ടറിൽ ഇങ്ങനെ ഒരു കുത്തിയെടുത്തിട്ട് ഈ സെൻറ്ററിലേക്ക് നമ്മളിങ്ങനെ സൂചി കുത്തിയെടുത്ത് ഈ ത്രെഡ് ഇങ്ങനെ വലിച്ച് ഈ ത്രെഡ് ഔട്ടറിലായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അടുത്തത് ചെയ്യുമ്പോഴും ഇതിൻ്റെ സെൻറ്ററിൽ തന്നെ കുത്തിയെടുത്തിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ നമുക്ക് ഇതൊരു റൗണ്ട് ഷേപ്പിലായിട്ട് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റെം സ്റ്റിച്ച് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നിപ്പോൾ ഞാൻ ചെയ്തതുപോലെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ സൂചി താഴേക്ക് എടുത്തിട്ട് അടിയിൽ നിന്ന് ഇങ്ങനെ സെൻറ്ററിലേക്ക് കുത്തിയെടുത്താൽ മതി. അപ്പോൾ അടുത്തത് ചെയ്യുമ്പോഴും ഇവിടെ ഇങ്ങനെ കുറച്ച് അകത്തി കുത്തിയിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് കുത്തിയെടുക്കാം. നമുക്ക് ഇതേപോലെ നമുക്ക് 2 രീതിയിൽ ചെയ്തെടുക്കാം. ഇതേപോലെ ഇങ്ങനെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കറക്റ്റ് ഒരു റൗണ്ട് കിട്ടുന്നത് പോലെ നമുക്കിത് ഫുള്ള് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്ലൂ ഇട്ടും ഒരു സ്റ്റെം സ്റ്റിച്ച് റോസ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അടുത്ത് നമുക്കിനി ചെയ്യാനുള്ളത് ആഷ് കളർ ഇട്ടിട്ടാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ സെൻറ്ററിൽ ഈ ഗ്രീൻ കളർ ഫ്രഞ്ച് നോട്ട് കൊടുക്കുകയാണ്. ഞാൻ എല്ലാ ഫ്ലവേഴ്സിൻ്റെയും സെൻറ്ററിൽ ഗ്രീൻ തന്നെയാണ് കൊടുക്കുന്നത്. നമ്മുടെ ഫ്ലവർ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാനിനി ഇതിൻ്റെ ഇടയ്ക്കൂടെ കുറച്ച് ലീവ്സ് ചെയ്യുന്നുണ്ട്. ഞാനത് ഓൾറെഡി ഇതിനകത്തൂടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ലീവ്സ് ചെയ്യുന്നത് ഫിഷ് ബോൺ സ്റ്റിച്ച് ലീഫാണ് ചെയ്യുന്നത്. ഓരോ ഫ്ലവറിൻ്റെയും സൈഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് ഇത് വരച്ചെടുക്കുന്നത്. ഞാനിത് ചെയ്യുന്നത് ഗ്രീൻ കളർ ഇട്ടിട്ട് തന്നെയാണ്. ഈ സെയിം ഫ്ലവർ ചെയ്തിരിക്കുന്ന അതേ ത്രെഡ് തന്നെ എടുത്തിട്ടാണ് നമ്മൾ ലീഫ് ചെയ്യുന്നത്. ത്രെഡ് സ്റ്റിക്ക് സ്റ്റാൻഡ്സ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. സെൻറ്ററിൽ നിന്ന് നമ്മളിങ്ങനെ കുത്തിയെടുത്ത് ബാക്കിലേക്കൊരു സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം ഈ സെൻറ്ററിൽ നമ്മളെടുത്ത ഓരോ സ്റ്റിച്ചിൻ്റെയും ബാക്കിലായിട്ട് നമ്മളിങ്ങനെ കുത്തിയെടുത്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സെൻറ്ററിലൊക്കെ കുറച്ച് വലിയ ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളത് സൈഡിലേക്ക് ചെറിയ ഫ്ലവേഴ്സ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഇടയിലുള്ള ലീഫും കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി കുറച്ച് ലീഫ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ സെയിം കളറ് ത്രെഡ് തന്നെയാണ് ബാക്കിയുള്ള ലീഫും ചെയ്യുന്നത്.
6 strands തന്നെയാണ് ത്രെഡ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലീഫ് എല്ലാം കംപ്ലീറ്റ് ആയി. നമുക്കിതിൽ പേൾസ് കൊടുക്കാനുണ്ട്. ഈ സെയിം ഫ്ലവർ ചെയ്തിരിക്കുന്ന അതേ കളർ തന്നെയാണ് പേൾസ് നമ്മൾ കൊടുക്കുന്നത്. ആഷും ഗ്രീനും ഡാർക്ക് ബ്ലൂവും കൂടെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതും കൂടെ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. സോ ഫൈനലി നമ്മൾ പേൾസ് ഒക്കെ വെച്ച് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്ന ദുപ്പട്ട ഒരു ഡാർക്ക് ബ്ലൂ ആണ് കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത്. സെയിം ഈ ഫ്ലവറിന് മാച്ച് വരുന്ന കളറാണ് ദുപ്പട്ട കൊടുത്തിരിക്കുന്നത്. ബോട്ടും അതുപോലെ തന്നെ ഡാർക്ക് ബ്ലൂവിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുള്ളവർ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് തീർച്ചയായിട്ടും അറിയിക്കണം.